അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നിപ്പം ഞങ്ങൾ ഇച്ചിരി ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ ചെറുങ്ങനെ ഒന്ന് കുറിക്കാൻ വേണ്ടിയിട്ട് ചെറിയ അതിലെ ബോൺലെസ് പീസ് എടുത്തിട്ട് ചെറിയ ക്യൂബ് സൈസുള്ള ചെറിയ പീസാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ചിക്കൻ ഫ്രൈ തിന്നാൻ കൊതിയായിട്ട് ചെയ്ത പരിപാടിയാണത്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഇച്ചിരി ഉപ്പും കുരുമുളകും മുളക് പൊടിയൊക്കെ കൂടെ പെരക്കി വെച്ചിട്ടുണ്ട്. കറി വെക്കാനാണ് പ്ലാന്. അപ്പോൾ ചുമ്മാ ചെറിയ വറുത്ത പീസൊക്കെ എടുത്തിട്ട് നല്ല മഴയായിരുന്നു പുറത്ത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കേണ്ട പ്രിപ്പറേഷനിലോട്ട് പോയി. അതിന് സവാള ഒരു 3 സവാളയാണ് എടുത്തത്. അത് സവാള രണ്ടായിട്ട് മുറിച്ച് വീണ്ടും അത് നീളത്തിൽ വീണ്ടും ചെറുതായിട്ട് മുറിച്ചു. അപ്പം തന്നെ ഫ്രൈ ചെയ്ത എണ്ണേൻ്റെ ബാക്കിയായതുകൊണ്ട് ഞാനത് ജസ്റ്റ് ചെറിയ ഉരുളിയിലോട്ട് മാറ്റി അതിൽ കറിവേപ്പില ഇട്ടു. പിന്നെ ഉള്ളി ഇട്ട് വഴറ്റി. ഉള്ളി ജസ്റ്റ് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാവുന്ന വരെ നന്നായിട്ട് വഴറ്റുന്നുണ്ട്. പലപ്പോഴും ഞാൻ ട്രൈ ചെയ്ത റെസിപ്പിയിൽ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഉള്ളി എത്രത്തോളം വഴരും അത്രത്തോളം ടേസ്റ്റ് വരും. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അതിൻ്റെ കൊടുത്ത് പിന്നെ തക്കാളി ഇട്ടു. 2 രീതിയിൽ വെക്കാറുണ്ട്. തക്കാളി ആഫ്റ്റർ മസാല ഇട്ടതിനും വെക്കാറുണ്ട്, തക്കാളി മസാല ഇടുന്നതിന് മുന്നേയും വെക്കാറുണ്ട്. പിന്നെ അതിൽ മസാല ഇട്ടു, കാണിക്കാൻ വിട്ടുപോയി. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഇത്രയും മസാലയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായത്. മസാല ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി അതിന് ശേഷം ജസ്റ്റ് മസാല പുരട്ടി വെച്ച് ചിക്കൻ എടുത്തിട്ട് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ലൊരു 2-3 മിനിറ്റ് ആ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല. അത് തന്നെ മൂടി വെച്ചു. അത് കഴിഞ്ഞിട്ട് രാവിലെ ഗോതമ്പ് ദോശയാണ്. എളുപ്പപ്പണിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ സമയം കുറവായതുകൊണ്ട് വേഗം ഇച്ചിരി ഗോതമ്പ് ദോശ ഉണ്ടാക്കി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അരച്ചെടുത്തു. നന്നായിട്ട് അരച്ചെടുത്തു. എന്നിട്ട് അതിൽ കുറച്ചും കൂടെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ലൂസ് പരുവത്തിലാക്കി അതിൻ്റെ ദോശ ഇട്ടു. അത്യാവശ്യം ഒപ്പിച്ച് പോകാൻ പറ്റിയ നല്ല ദോശ തന്നെയാണ്. എളുപ്പം വേഗം ചെയ്യാൻ പറ്റിയതാണ്. നൈസായിട്ട് ചുട്ടെടുക്കാം മാക്സിമം. അതിൻ്റെ പുറത്തോട്ടൊരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഉറ്റിച്ച് കൊടുക്കാം. അത് കഴിയുമ്പോൾ പിന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ചായ തിളച്ച് വന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് രാവിലത്തെ ഇത്. പിന്നെ ഞങ്ങൾ കുഞ്ഞിൻ്റെ ചർച്ചിൽ PBSൻ്റെ പ്രോഗ്രാം നടക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ ഞങ്ങൾ ചർച്ചിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. നല്ല മഴയാണ് ഇപ്പം. നല്ല കാലാവസ്ഥ. നമുക്കിപ്പോൾ പ്രതികൂലമായിട്ടുള്ള വെള്ളങ്ങളൊക്കെ സ്ഥലത്ത് കെട്ടാൻ തുടങ്ങി.